Assalamualaikum, welcome back to my channel. Hi bro. May I have a little? Hi. എന്താണ് അബു? അവ്വ. എന്താണ് അബു? ഷാബു. അബു. ബാക്കിൽ രണ്ടാൾക്കാർ എന്ത് ചെയ്യുന്നു? എന്ത് പഠിക്കണു? ചുട്ടു എന്താണ്? പെൻസിൽ കൊള്ളണ്ട എവിടെ? കണ്ണിൽ കൊള്ളണ്ട. എബു എവിടെ പോണ? എബു വണ്ടിയിൽ പോണാ? എന്ത് ചെയ്യണ് നിങ്ങളുടെ മുത്ത്? കടിക്കല്ലേ നോ. ഹായ് പറ. സേ ഹായ്. ഹായ്. അവ്വ. Flying kiss. Sarangge. Oh, good boy, baby. Hi. Guys, അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ അസറായിട്ടും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ബിക്കോസ് ഇന്ന് ബേബി ഇല്ല. അപ്പോൾ ചെറിയൊരു മടിയാണ് നമുക്ക്. എന്തുണ്ടാക്കണോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അസർ വരെ അങ്ങനെ ആലോചനായി. അപ്പോ ഫ്രിഡ്ജിൽ ഇന്നലെ ആൻറ്റി കൊണ്ടുവന്ന ഫ്രോസൺ ഐറ്റംസ്, ഉണ്ടാക്കിയ ഐറ്റംസ് ഉണ്ട്, ഉണ്ണക്കായ ആൻഡ് ഓൾ. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി വെക്കണം. സോ ബേബി ഇന്ന് നോമ്പ് തുറക്കി ഉണ്ടാവൂല. ബിക്കോസ് ബിസിനസ് ആവശ്യമായിട്ട് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ട് ദൂരെ. വരുമ്പോൾ നൈറ്റ് ആവും. എബോ മുത്ത് വന്നേ. ബാ വൈയുടെ കാറ് എന്താക്കണം? എബു എന്ത് കഴിച്ചു രാവിലെ? എന്ത് കഴിച്ചു എബു? മമ്മ കഴിച്ചാ? എബു കളിയാണ് പിള്ളേർ. അപ്പോ ഇന്ന് മൂടില്ല. ബട്ട് സ്റ്റിൽ യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ ദ വീഡിയോ, ഐ നോ. അപ്പോ എന്തെങ്കിലും ഉണ്ടാക്കണം. സുമി വന്നു. സുമി ഇന്നലെ എത്തി, നൈറ്റ് എത്തി. അപ്പൊ ഇപ്പൊ വന്ന് സോനു ഉണ്ട് അവിടെ. സോ ഐ ഹാവ് ടു ജോയിൻ ദം. അപ്പോ നമുക്ക് എന്തുണ്ടാക്കിയ പിന്നെ നമുക്ക് ഇന്ന് ഓറഞ്ച് മൊയ്റ്റോ ഉണ്ടാക്കിയല്ല. സാൻഡ്വിച്ച് വേണോ? സാൻഡ്വിച്ച് വേണുണ്ട് ബേബി. ഹഗുമ്മി ബേബി. ബേബിയാണ് നമ്മുടെ ചക്കര നമ്മുടെ മുത്തുമോനിയാണ്, നമ്മുടെ കുഞ്ഞാണ്. അല്ല പതുക്കെ. കടിയാണ് ഗൈസ്. ഇന്നലെ മുതൽ ഒരു കടിയാണ്. അടുത്ത പല്ല് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. പതുക്കെ തല്ല് പിടിക്കരുത്. അയ്യേ എബുനെ പേടിക്കണ? എല്ലാരും ചിരിക്കോട്ടാ. ബാഗ് എടുക്കണോണ്ടാ എബു? എബുന്റെ കാലെന്തോ കുത്തിരിക്കണം ഗൈസ്. അത് തേനീച്ചാണെങ്കിൽ ഒന്ന് കഴിച്ചല്ലോ ഇതാക്കിയാണ്. ഉറുമ്പാണ് എന്താ അറിഞ്ഞൂടാ. കുറച്ച് തടിച്ചിരിക്കണം. പറയും ഞാൻ ഇപ്പൊ കുറച്ച് മഞ്ഞൾ പൊടി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ബസ്സിൽ കാണും എന്തോ പോലെ. അപ്പോ എല്ലാരും പറഞ്ഞു വേറെ ഒന്നും അല്ല, എന്തെങ്കിലും കുത്തിയതായിരിക്കും, ലൈക്ക് ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും. വേണ്ട ഞാൻ തരാം. വൈറ്റ് ആലോചിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്തി എന്തൊക്കെ ഉണ്ടാക്കണം. എഗ് ബോക്സും പിന്നെ പൊട്ടാറ്റോ ചീസ് സ്റ്റിക്ക് പോലെ, ചീസ് ഫിംഗേഴ്സ് പോലെ ഉണ്ടാക്കാം. അപ്പൊ പൊട്ടാറ്റോ വേവാൻ വെച്ചത് വെന്ത് ഞാനിപ്പോ ആദ്യം ഉണ്ടാക്കാൻ പോണത് എഗ് ബോക്സ് ആയിരിക്കും. പൊട്ടിക്കരുത്. താഴെ എടുത്ത് വെക്കുക ടോയ്സ് ഒക്കെ കുറച്ച്. അപ്പോ എഗ്
ബോക്സിനുള്ള എഗ്ഗ് വെച്ചിട്ടുണ്ട്. ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ എന്തായാലും കട്ടാക്കിയിട്ടായിരിക്കും വെക്കാൻ വേണ്ടി. ഞാൻ കുറെ ആൾക്കാരും ഇല്ല, നമ്മൾ മാത്രമല്ലേ, അപ്പൊ ഇച്ചിരി ഉണ്ടാക്കിയാൽ മതി. അപ്പോ സുഹാനിത്ത് എന്തോ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് പോയി ഗൈസ്, കുളിക്കാൻ പോയിട്ടുണ്ട്. കുളിച്ച് വന്നിട്ട് സോന ഉണ്ടാക്കും. സോന ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം ഡ്രിങ്ക്. ഇന്നലെ ഉണ്ടാക്കിയ സാൻഡോ കസ്റ്റർഡ് അടിപൊളിയായി. കസ്റ്റർഡ് എന്തോ ഇച്ചി നോ 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 ഗുഡ് ബോയിന എടുത്ത് വെക്കും, ഉമ്മ എടുത്ത് വെക്കും. അവന്റെ മഗ്ഗിട്ടുണ്ട് നിലത്ത്. അതൊക്കെ കൊടുത്താലേ മിണ്ടാതിരിക്കുള്ളൂ, അതുകൊണ്ട് കൊടുത്തു. ഹായ് പികബു. അപ്പൊ ഇതില് ഞാൻ സവാള, പച്ചമുളക്, കറി ലീവ്സ് പിന്നെ കൊറിയാണ്ടർ ലീവ്സ് എടുത്തിട്ട് എല്ലാം ഒന്നിച്ചാണ് ഇടാൻ പോണേ. ബേബി എവിടെ? എബ്രു എവിടെ? പിക്കബു കളിക്കണം അമ്മിന്റെ അടുത്ത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഇപ്പൊ തന്നെ. നമ്മുടെ മുട്ട എവിടെ? എബ്രു അവിടെ ഉണ്ട്. എബ്രു ഉണ്ട്. ആ ഫുഡ് കഴിക്കും ഐഷു. അവിടെ തുറക്കല്ലേ. അപ്പോ കുറച്ച് ഉപ്പിട്ട്. ഇപ്പൊ ഉപ്പിടാൻ തന്നെ പേടിയാണ് ആക്ച്വലി. എല്ലാവരും ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഉപ്പിടാൻ തന്നെ പേടിയാണ്. ഞങ്ങളുടെ കിച്ചൺ ഡോർ അടിച്ചിരിക്കണത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഗ്ലാസ് പോലെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്ത് കാണാൻ പറ്റൂ. ജൈബ് ഇപ്പുറത്ത് നിന്ന് നോക്കി കളിപ്പിച്ചോണ്ടിരിക്കുക. എബ്രു ആണെങ്കിൽ ഡോർ തുറക്കാനുള്ള പരിപാടിയാണ്. എബു ഇന്ന് കളിച്ചോട്ടാ. നിങ്ങൾക്ക് അങ്ങനെ ആവാറുണ്ടോ? ലൈക്ക് വീട്ടില് ഉപ്പ് നോമ്പില് എസ്പെഷ്യലി. പൊതുവെ നോമ്പ് അല്ലാണ്ട് എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. എനിക്ക് ലൈറ്റ് ആയാൽ എനിക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യണം. എനിക്ക് പ്രോപ്പർ ഉപ്പ് വേണം. എൻ്റെ ഉപ്പ് 1 ഇഞ്ച് 1 പോയിന്റ് കൂടുതലാണ് ഇവിടെ. എനിക്ക് ഉപ്പ് പ്രോപ്പർ ആയാലേ എല്ലാം എന്ത് അപ്പുറത്ത് പോവാനാ. താത്തേക്ക് വാ. ഹായ് ഹായ് ഹായ്. ഫ്രിഡ്ജ് തുറക്കാനോ? നമുക്ക് പാപ്പ ഉണ്ടാക്കിയാലോ? ഇത് ഇങ്ങനെ വെക്കാം. പാപ്പ ഉണ്ടാക്കിയാലോ? എപ്പോ മമ്മ വേണോ പാപ്പ വേണോ? എന്ത് വേണം? എപ്പോ എങ്ങോട്ട് പോണം? അപ്പൊ എന്താ സംസാരിക്കാത്തെ? എന്ത് പറ്റി? വായിലൊക്കെ എന്താണ്? എബുന് ചെയ്യണോ? എബു ബേബിക്ക് ചെയ്യണോ? എബുന് ചെയ്യണം. എങ്ങനെ? എബു മമ്മ വെച്ചാ? രാവിലെ മമ്മ വെച്ചേക്കൂ. ഇതിൽ കുറച്ച് നിങ്ങൾക്ക് വേണ്ട പൗഡേഴ്സ് ഇടാം. ലൈക്ക് മുളക് പൊടി, പെപ്പർ പൗഡർ, എന്തൊക്കെയാണ് ഇപ്പോൾ, മഞ്ഞപ്പൊടി, ഉപ്പ്. ലൈറ്റ് തൊടാനാ? ചൂടുണ്ടാവും. സോന ആവശ്യമില്ലാത്ത ശീലമൊക്കെ പഠിപ്പിച്ച് വെച്ചേക്കണത്. ലൈറ്റ് തൊടിപ്പിക്കൽ അങ്ങനെയൊക്കെ. എനിക്കന്നെ പൊക്കാൻ പോലെ പോയി. സുമി എനിക്ക് വേണ്ടി എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആർക്കും ഇതൊരു മൂടില്ല അല്ലേ സുമി? ചാൻസ് ഇല്ലാത്തോണ്ടിട്ട് നമ്മളെ കെറ്റവും മറ്റൊരു രസമില്ല. അവരൊക്കെ ഇരിക്കുമ്പോ അവർക്ക് വേണ്ട എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും. ഇത് നമ്മളെ ആകുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുക ഗൈസ്. അല്ലാതെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സത്യാവസ്ഥ അതാണ്. നമുക്ക് എന്തൊക്കെ പൊടി വേണം? എബ്രു എന്തൊക്കെ പൊടി ഇടണം? എബ്രുന് അറിയോ എന്തൊക്കെ പൊടി ഇടണോന്ന്? കുറച്ച് മഞ്ഞപ്പൊടി ഇടാം അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഓക്കെ, എപ്പോ പഠിക്കോ ഇതൊക്കെ?
കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുമ്മി. അടുത്ത കുറച്ച് മുളക് പൊടി ഇടാം. നോ 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 നോ, കൈ കൊണ്ടുവരരുത് ഇങ്ങോട്ട്. കുറച്ച് മുളക് പൊടി ഇട്ടുമ്മി. എന്നിട്ട് കുറച്ച് എന്തിടും? പെപ്പർ പൗഡർ ഇടും. ഓക്കെ. എന്നിട്ട് കുറച്ച് മീറ്റ് മസാല ഇടും. എന്നിട്ട് നമുക്ക് എല്ലാം മിക്സ് ആക്കാം. ഓക്കെ. ഒക്കെ മഞ്ഞണ്ട, ഒക്കെ മഞ്ഞണ്ടായിരുന്നു. ഞാൻ വന്നില്ല ഫ്രണ്ട്. അപ്പോൾ എബുനെ ഉറക്കിട്ട് വന്ന്. എബു നല്ല ഉറക്കായിരുന്നു പാവം. അപ്പോൾ 3 എഗ്ഗ് ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അതിലോട്ട് ഇടാൻ പോയാണ്. അങ്ങനെ ഇടൂല കേട്ടോ, കട്ടാക്കി ഇടുള്ളൂ. അപ്പൊ ഇതെന്നെ അറിയോ, സുഹാനിത്ത കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. മറ്റേ ഒരു ഇത് ആത്മാർത്ഥത്തിന്റെ കയ്യിലെടുത്ത് ഷൂട്ട് ചെയ്തൂടെ? അല്ല ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് നേരെ പോവാന്ന് വിചാരിച്ചേ. അരിയണ കാണിക്ക്. ഇതെന്താ മുട്ട സമോസാണോ? ലൈക്ക് എഗ് ബോക്സ് ഉണ്ടാക്കാം. എഗ് ബോക്സ് ആണ്. ഈ 3 മുട്ട കണ്ടപ്പോ ഞാൻ ചോദിച്ചത് എന്തിനാണോ 3 ഉള്ള നമ്മളാരുമില്ല. ആണുങ്ങളൊക്കെ ഉള്ളല്ലോ, അവരെത്തുമ്പോ തന്നെ രാത്രിയോ അവർക്ക് വെക്കണ്ട. അങ്ങനെ എഗ്സ് മുറിച്ച് മസാലയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് നല്ല ഉണ്ടാവില്ല. ഞാനൊരു മൂടില്ലാത്ത മൂടിലാണ് നല്ല ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം മിക്സ് ആക്കണം. കുഴപ്പമില്ല, ഫ്രൈ ആക്കും. ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞേ. ഞാൻ ഇന്ന് വരൂ, ടൈമിൽ വരും. ഡെയിലി ഫുഡ് നൈറ്റൊക്കെ ഇട്ട് ചോറ് പഴയതായതുകൊണ്ട് അറിയൂല നമുക്ക് അല്ലേ? ഉണ്ടാക്കണ കാണിക്കുന്നുണ്ടൂടെ? ഓ ഓ സ്റ്റൈലി. അതെ, രണ്ടെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നൊന്നും പറ്റൂല. എന്താ പറയുന്നത്? ജഗ്ലി ചെയ്യാറുണ്ട്. യെസ്. അപ്പൊ ഇന്ന് ഞാൻ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കണം. ആപ്പിൾ ഷർബത്ത്, ആപ്പിൾ ഡ്രിങ്ക്. ഇതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി എൻ്റെ ഇതിൽ ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. ഇതിലങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. കുറച്ച് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ജെല്ലി ഉണ്ടായിരുന്നു, അതും ഞാൻ ഇതിലോട്ട് അതൊന്നും ക്യാമറ വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇതെങ്ങനെയാണോ പക്ഷെ അതില് കണ്ടപ്പോ ചെറുതായിട്ട് തോന്നി. പിന്നെ ഞാൻ നേരിട്ട് വന്നിട്ട് ക്യാമറ ഇല്ലാതിരുന്നപ്പോ ഞാൻ വെട്ടിട്ട് പിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോ വലിയ പീസായിട്ടാ വന്നത്. പിന്നെ ഞാൻ കുഴപ്പമില്ല, കൈകൊണ്ടൊക്കെ പൊടിച്ചൊക്കെ കിട്ടും. അപ്പൊ ഇന്നലെ ബാക്കി വന്ന ജെല്ലിയും ഈ ഡ്രിങ്കിലേക്ക് ഇടാന്ന് വിചാരിച്ചു. നിങ്ങൾക്കും വേണമെങ്കിൽ ഇഷ്ടമുള്ളത് കിട്ടോ. ഈ ഡ്രിങ്കിൽ അങ്ങനെയല്ല, കുറച്ച് കോമൺ സെൻസോടെ ചിന്തിച്ച് നമുക്ക് ഡ്രിങ്കിലേക്ക് ഇടാൻ പറ്റുന്ന പോലെ ഫ്രൂട്ട്സ്, നട്ട്സ്, ഇതുപോലെ ജെല്ലി എന്തെങ്കിലും ഇടാം. ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. എന്റെ മലയാളമൊക്കെ പോകാൻ തുടങ്ങി ഗൈസ്, ഇവള് കാരണമാണ്. അപ്പൊ ഇന്ന് ആപ്പിൾ സർബത്താണ് ഉണ്ടാക്കണം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. കാണിച്ചു കൊടുക്കും. അയ്യോ, നമ്മള് ഓറഞ്ച് വെള്ളം ഉണ്ടാക്കിയില്ലല്ലോ. അത് വേണ്ട, നമുക്ക് ഇന്ന് വേറെ മൊയ്റ്റോ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടാക്കാം. ഓറഞ്ചിന്റെ ഒരു മൊയ്റ്റോ ഇതുണ്ടാക്കാം. ടൈം ഉണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് മൊമെന്റ് ഒരു 6 മണിയാകുമ്പോ ഞാൻ പറയുന്നുണ്ട്. സോ ടൈമില്ല. മറ്റേ അപ്പോ ഇന്നൊരു മൂടില്ലാത്ത മൂടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പൊ എല്ലാ ദിവസത്തേക്കാളും ഇന്ന് കൂടും തോന്നുന്നു ഐറ്റംസ്. ബേബി ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവൂല. കാണണം ഡാൻസ് എന്നെ കാണണം.
ഫുള്ള് തിരക്കാണ് ആള്. ഫുൾ തിരക്കാണ് ബിസിനസ് ലോകത്ത് പാറി പറന്ന് നടക്കുന്ന അതന്നെ. നല്ല സ്റ്റേജ് നമ്മുടെ എന്നെ ആ ടൈൽസിൽ കാണാൻ പറ്റും പ്രേതം പോലെ. സുമി ഞാൻ ഇന്ന് വന്ന് കണ്ട ചേഞ്ച് ചെയ്യാൻ പോയില്ല. ഈ നൈറ്റിൽ തന്നെ ഞാൻ ചെയ്യാന്ന് സുമി കണ്ട് എന്നെ കണ്ടത് സുമി എനിക്ക് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് സുമി നൈറ്റിയുടെ കഥ പറയട്ടെ. ഞാൻ പറഞ്ഞ നേരത്തെ എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോയാ ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കാൻ പോയാ. എന്തായാലും നമ്മള് വ്യൂവേഴ്സ് അല്ലേ. പക്ഷെ ഈ നൈറ്റ് ഒരു 1000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, മടുത്തിട്ടുണ്ടാവും കണ്ടത്. അപ്പൊ സോനു പറയണേ നിന്റെ നൈറ്റ് അവർക്കറിയാം. എന്താണ് കപ്പ് കണ്ടത് ഏതോ ഞാൻ മഷൂന്റെ ഒരേ ഡ്രസ് ഇടുന്നത് ആരും ശ്രദ്ധിക്കൂടുന്ന നമ്മള് പിന്നെയും ഇട്ടിട്ടുണ്ടല്ലോ. ഒരാഴ്ച ആരെങ്കിലും കമന്റ് ചെയ്ത് മഷൂത്തെ പല അടി എപ്പോഴും അതെ മാറി മറച്ചൊക്കെ അതിൽ ഇട്ടിട്ടുള്ള ഡ്രസ് തന്നെ ഇടുന്നത്. പക്ഷെ സുഹൃത്തൊക്കെ വേറെ പണിയില്ല. ഏത് നോക്കിയാലും ഇട്ട ഡ്രസ് ഇതായിരുന്നു പാടാ. മഷൂത്തൊക്കെ കണ്ടു പഠിക്ക് അങ്ങനെയുണ്ട്. ഞാൻ ഇവർക്ക് എന്താ ശരിക്കും കണ്ടുകൂടാ. അവള് ഇട്ട ഡ്രസ് തന്നെ ഇല്ല. അവള് പിന്നെ ഷോള് മാറ്റി പിടിക്കും. മനസ്സിലായ? ഞാൻ ഏത് ചുരിദാറിനോ ആ ചുരിദാറിന്റെ ഷോള് മാത്രമേ ഇടുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യൂല. അവള് മിക്സ് ആൻഡ് മാച്ച് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിക്കും ഈ നൈറ്റിയാ ഇവിടെ ആദ്യമായിരിക്കും ഈ നൈറ്റി കാണണ്ട. പക്ഷെ അവള് കൊറേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് കൊറേ നൈറ്റീസ് ഉണ്ട്. പക്ഷെ അതിൽ എന്റെ 2 ഫേവറേറ്റ് ഉണ്ട്. അത് വീഡിയോ കോളില് മമ്മ കാണുമ്പോഴും പറയും നിനക്ക് നൈറ്റ് ഇവിടെ ഞാൻ മേടിച്ചറിയാം ഇത് പുതിയത് ഇടാതെ ഇരിപ്പുണ്ട്. പക്ഷെ മമ്മ പറയുന്നത് കാണുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചറിയാം. എന്തോ എനിക്ക് ഇല്ലാത്ത പോലെയാണ്. പക്ഷെ എനിക്ക് ആ 2 ഭയങ്കര കംഫർട്ടബിൾ. ആദ്യം മേടിച്ചാണ്. എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര ഇഷ്ടം. ഒന്ന് ഇതും വേറെ അത് ഞാൻ ആർക്കും കൊടുക്കില്ല. എന്റെ പുതിയ ഡ്രസ്സസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കണ്ട. ഞാൻ ആ നൈറ്റീസ് 2 കൊടുക്കുന്നത് ബിക്കോസ് നമുക്ക് ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് ഒന്നും ഉണ്ടാവുമല്ലോ. ഇതെനിക്ക് മമ്മ തന്നെ നൈറ്റിയാണ്. മൈദ ഇന്നലെ ഇട്ടത് ഇതൊക്കെ പ്ലെയിൻ. അതന്നെ പ്ലെയിൻ 3/4 വന്നിട്ട് കഴുത്തില് നെക്കിലാണ് വർക്ക് വന്നത്. ആദ്യം നെക്കില് മാത്രമേ ഉള്ളൂ. അതാ വേസ്റ്റ് ആണത്. ഇങ്ങനെ ഷോൾ ഇടുമ്പോ കാണൂല. എല്ലാത്തിനും ഈ പ്ലെയിൻ നൈറ്റിക്ക് വന്നതെല്ലാം നെക്കിലാണ് ഒരു വർക്ക് വന്നത്. ഒരു ബ്ലൂ ഗ്രീൻ ഇത് ഓൾട്ടർ ചെയ്ത്. ഇന്നലെ പിന്നെ ഇട്ടത് ബ്ലൂവും ചെയ്തിട്ടില്ലല്ലോ ഓൾട്ടർ. അങ്ങനെ 3-4 കളർ ഉണ്ട് ഇങ്ങനത്തെ പ്ലെയിൻ. പിന്നെ ഒരു പ്രിന്റ് മമ്മ ഉണ്ടതാണ്. പ്രിന്റ് ഞാൻ കാണിച്ചുതരാം. പ്രിന്റ് കാണിച്ചുതരാം. നൈറ്റ് കാണിക്കാൻ പോകും. അതങ്ങനെ സോണിന്റെ പ്രത്യേകത എന്തായാലും ഒരു പണി ചെയ്യാൻ പോയി എന്ന് വിചാരിക്കും. അതിന്റെ ഇടയിൽ എന്തെങ്കിലും നമ്മ വേറെ എന്തെങ്കിലും പറഞ്ഞത് അത് നടക്കൂല. പിന്നെ 2 മണിക്ക് ഇത് ഓർഡർ ചെയ്ത് കിട്ടോട്ടോ പ്ലീസ്. ഇല്ല നൈറ്റിയുടെ ഒരു ഭംഗി പോയിടുമ്പോ എപ്പോഴും ഇത് വേറെ നൈറ്റി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ തിരക്കട അതിന്റെ ഇടയ്ക്ക് ഇതുകൊണ്ട് ഇപ്പൊ ഇത് പറഞ്ഞ ശരിയാവും. അപ്പൊ ഇതുണ്ട്. അപ്പൊ ഇന്നലത്തെ ഓൾട്ടർ ചെയ്തില്ല. അങ്ങനെയാണ് പുതിയത് ഇട്ടത്. ലൂസ്. അപ്പൊ നമ്മളിത് ബോക്സ് ആക്കാൻ പോകുക. അപ്പൊ നമ്മൾ അങ്ങനെ 2 ഷീറ്റ് എടുക്കുക. ബോക്സ് ഉണ്ടാക്കുക. ബാക്കിൽ ചെറപ്പറ സൗണ്ട് കേൾക്കണ സോനു ഗ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. ആപ്പിൾ ഗ്രേറ്റിംഗ്. ചിക്ക് നോമ്പപ്പോഴേക്ക് കൈക്ക് ചീത്ത ചെയ്യല്ലേ. കയ്യിൽ തന്നെ ഇട്ടിട്ട് ചെയ്യരുത്. സോനു കയ്യിൽ തന്നെ ഇങ്ങനെ അരിയും. കയ്യിൽ അരിയരുത്. ക്യാമറ ഓൺ ആക്കാതെ അപ്പൊ തന്നെ പറയണം. കൈസ് ആപ്പിളിന്റെ
കുറുക്കറ നോക്കി. അതന്നെ ഈ ആപ്പിളിന്റെ കുരു ഒരു 10-100 എടുത്തിട്ട് കലക്കി കുടിച്ചാൽ തപ്പും. നോക്കി ട്രൈ ആക്കി വെറുതെ വായിൽ പറഞ്ഞാൽ പോരല്ലോ ഗൈസ്, നമുക്ക് ട്രൈ ചെയ്യട്ടെ. എന്താ കുമിക്ക് 1-2 പറ്റില്ല. അപ്പൊ ഞാൻ ഗ്രേറ്റ് ചെയ്ത ആപ്പിള് കറുത്തുപോയി. സോറി ഗൈസ്, കറുത്തുപോയി. കാണുന്നുണ്ട? ഗ്രേറ്റ് ചെയ്ത ആപ്പിള് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ആപ്പിള് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഐസ് ക്യൂബ് ഇട്ടത് ഞാൻ ഒന്ന് കറക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. കറക്കട്ടെ. അപ്പത്തേക്ക് ഒരു ആപ്പിള് ഞാൻ പാലിലടിച്ചിരുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു ആപ്പിള് ജസ്റ്റ് കുറച്ച് പാല്, ഇതിലൊരു നമുക്ക് ആവശ്യമുള്ള പാല്. അപ്പൊ ഇന്നലത്തെ ജെല്ലി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അതും ഞാൻ ഈ പാത്രം ഞാൻ വെച്ചത് എന്തിനാന്ന് പറഞ്ഞൂടല്ല, ഞാനിത് ചൂടാക്കിയത്. അല്ലല്ല, ഇത് ഈ പാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യും. കാരമലൈസ്ഡ് അല്ല, ഷുഗർ സിറപ്പാണ്. ജസ്റ്റ് ഒന്ന് വെള്ളവും പാലും. അപ്പൊ നമുക്ക് വെള്ളത്തിന് വേണ്ട ഷുഗർ എടുക്കാം. One snack is ready. Egg box is ready. Yes. അടുത്ത നമ്മൾ ഉണ്ടാക്കാം ഒരു വേറെ സ്നാക്സ്. ആ ഷുഗർ സിറപ്പ് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട വെള്ളം എടുക്കണേ. ആ ഫ്രെയിമിൽ ആരുമില്ല. സോറി ഗൈസ്, അനാഥമായ ഫ്രെയിമായി. അപ്പൊ നീ ഷുഗർ സിറപ്പ് ഉണ്ടാക്ക്. ഷുഗർ സിറപ്പിൽ എന്തൊക്കെയാണ് ഇടണമെന്ന് പറഞ്ഞാല് പൊട്ടിച്ചതാണോ പൊട്ടിക്കാത്തതാണോ? പൊട്ടിച്ചതാണെങ്കിൽ ആ ബോക്സ് തന്നെ ഇട്ടിട്ടുണ്ടാവും, പാക്കറ്റ് എടുത്തിട്ട്. ഫുഡ് കളർ ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന് നമുക്കറിയാം, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഭംഗിക്കത് വേണം. ഈ പഞ്ചസാരയിലൂടെ നമുക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കളറായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്റെ കയ്യിൽ എന്തായാലും കളറായിട്ടുണ്ട്. ഈ ഫുഡ് കളർ ഈ ഫുഡ് കളർ ആഡ് ചെയ്യണം. പിന്നെ റോസ് വാട്ടർ ആഡ് ചെയ്യണം. നമുക്ക് വേണ്ട, ടേസ്റ്റ് ഉണ്ടാവില്ല. റോസ് വാട്ടർ ആഡ് ചെയ്യണം. വേണമെങ്കിൽ എല്ലാവർക്കും ഇടി പോയി വേണ്ടേ എന്ന് പറഞ്ഞിരിക്കണോലുണ്ട്. ഞാൻ വെള്ളം കളറുണ്ട് കേട്ടോ. ഞാൻ ഇത്ര കളർ മതിയാന്ന് ചോദിച്ചത്. ഓ മൈ ഗോഡ്, ആവശ്യത്തിന് കൂടുതൽ കളറുണ്ട്, നല്ല കളറുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഷുഗർ ഡിസോൾവ് ആവണ വരെ തിളപ്പിക്കണം. ഈ എന്താണ് മാറ്റിക്കൊണ്ടിരിക്കണം ഫ്ലെയിം. ലൈവ് ആയിട്ട് നമ്മൾ ഫുൾ ലൈവ്. എന്താവണവര് നീ പറഞ്ഞപ്പോ ഷുഗർ ഡിസോൾവ് ആവണ ഈ പഞ്ചസാര അലിയുമല്ല, ഇങ്ങനെ കട്ട കാണാതെ വരെ അലിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ സർബത്തിന്റെ വെള്ളം, ഈ മധുര വെള്ളം, ഷുഗർ സിറപ്പ്. ഭയങ്കര മധുരമായിരിക്കും ഇല്ല, നമ്മളിപ്പോ പാല് കിട്ടുമല്ലോ, പാലിലോട്ടുള്ള മധുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിറപ്പായിട്ട് എടുത്തത്. ഒരു കളർ, പാല് ഡ്രിങ്കിന് ഒരു കളറും കിട്ടും. റോസ് വാട്ടർ ഇട്ടുമ്പോ ഒരു ഫ്ലേവർ കിട്ടും. കിട്ടണം. അപ്പൊ ഈ ഷുഗർ സിറപ്പില് റോസ് വാട്ടർ, കളറ്, ഷുഗർ, വെള്ളം, അത്ര തന്നെ. ബ്രൗൺ കളർ റോസ്റ്റഡ് സേമിയാണ്. ആപ്പിൾ കറുത്തുപോയി. അടുത്തത് സോനന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അടുത്ത സ്നാക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ ചോറിനും കഴിഞ്ഞ് പൊട്ടാറ്റോ ചീസ് ഫിംഗേഴ്സ് ഉണ്ടാക്കുക. അപ്പൊ പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുമ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പാവട്ടെ മഞ്ഞൾപ്പൊടിയോടെ ഒന്നും ഇട്ടിട്ടില്ല, റോ ആയിട്ട് ഇങ്ങനെ വെച്ച് വേവിക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ആക്കാനുണ്ട്. ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ക്യുമിൻ പൗഡർ, ഗ്രീൻ ചില്ലി, ഉപ്പ്, കോൺഫ്ലോർ എല്ലാം ഇട്ട് മിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു പരിഷ്കാരം കൂടി കഴിക്കുന്നുണ്ട്.
മിൽക്ക് പൗഡർ. ഓക്കെ. അപ്പൊ ഈ പാലും ഒരു ആപ്പിൾ അടിക്കണതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് പൗഡർ. ആപ്പിൾ അടിക്കണത് തൊലിയോടെയാണോ അടിച്ചത്? ഞാൻ ആപ്പിൾ ജ്യൂസ് ആക്കുമ്പോ തൊലി ഇട്ടിട്ട് അടിക്കണം. പിന്നെ ചിക്കു ജ്യൂസ് ആക്കുമ്പോ പിന്നെ അത് തൊലി എടുക്കണുണ്ടായിരുന്നു. ഐ വാസ് ലൈക്ക് എന്തിനാ ഞാൻ തൊലിയോടെ അടിച്ചിട്ടാ കൊടുത്തത്. അപ്പോ നമ്മൾ മാഷ് ആക്കിയിട്ടുണ്ട് പൊട്ടാറ്റോ. ഇനി ഞാൻ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസ് അതിലിടും. ഒന്നുകൂടെ പറയാം. ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ക്യൂമിൻ പൗഡർ, ഗ്രീൻ ചില്ലി, ഉപ്പ്, കോൺഫ്ലോർ. നമുക്ക് പ്ലേറ്റിൽ തന്നെ മിക്സ് ആക്കിയിട്ട് അതിലിടാം. അപ്പൊ ഞാൻ പാലും പാൽപ്പൊടിയും ആപ്പിളും, ഒരു ആപ്പിളും, നിങ്ങൾക്ക് എത്ര ജ്യൂസ് അനുസരിച്ച് ആ ആപ്പിൾ കണക്കെടുക്കുക. ഞാൻ 2 ഗ്രേറ്റ് ചെയ്ത് ഒരു ആപ്പിൾ അടിക്കാനും കൊടുത്തു. അങ്ങനെ ആ അടിച്ച പാല് ഇതിലോട്ട് ഒഴിക്കണേ. ഇനി സാധാരണ 2 പാക്കറ്റ് പാല് എക്സ്ട്രാ ഇതിലോട്ട് ഒഴിക്കും. നോർമൽ അതുപോലെ തന്നെ 2 പാക്കറ്റ് ഇതിലോട്ട് ഒഴിക്കും. ഒന്ന് ഒരു ഫ്ലേവറിന് തന്നെയാണ് ആപ്പിൾ അതിലേക്ക് അടിച്ചിട്ടത്. എല്ലാം ഒരു ഫ്ലേവർ ആണ്. നല്ല ചൂടുണ്ട്. ഇത് ഞാനായതുകൊണ്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സോനാണെങ്കിൽ ഓടിയ കണ്ണം വഴി അത്ര ചൂടുണ്ട്. സോന ഒട്ടും ചൂട് പറ്റുമല്ലോ. പൊട്ടേറ്റോ ആകുമ്പോ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കും. അപ്പൊ ഇത് കളർ കാണാനുള്ള സുഖമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഫുഡ് കളർ ചെയ്താൽ മതി. കുറച്ച് ഹെർബ്സും ഇടാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരു പാക്കറ്റ് കൂടെ എടുത്തോ. ഇന്നലെ സോന ഉണ്ടാക്കി എനിക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അത് തീർന്നു. നമ്മൾ തീർത്ത് അത് കുടിച്ച് ലാസ്റ്റ് റിച്ച് എടുത്ത് പിന്നെ ഞാൻ എടുത്തു. പക്ഷെ ആ സാഗു അടിയിലുള്ളതുകൊണ്ട് അത് ഞാൻ ബാക്കിയാക്കി. മറ്റേതിവിടെ ഞാൻ കൊറേ സോസ് അത് ഇതൊക്കെ വെച്ചൊരു ഡബ്ബം. അതോടെ ഇത് ഫുള്ളുള്ളത് നമ്മുടെ ഓർഗാനോ സോസ് അത് ഇതൊക്കെ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തല്ലേ സ്വിഗ്ഗിയിലൊക്കെ. കൂടെ കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ സോസായിരിക്കും കഴിക്കാം. നമുക്ക് ഇത്ര മതിയാ. ഇനി ഒരു കളർ വേണമായിരുന്നു അല്ലേ? അതാണ് ഇത്. നമ്മുടെ ആ വെള്ളം ഷുഗർ എല്ലാം ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി അത് ചൂട് മാറുമ്പോ ഇതിലോട്ട് ഒഴിക്കണം. ലാസ്റ്റ് ഇപ്പൊ ചൂട് മാറുമ്പോ എടുക്ക. ഇപ്പൊ ഫ്രിഡ്ജിലോട്ട് വെച്ച ശേഷം നമ്മൾ എടുക്കൂലേ, അപ്പൊ ഒന്ന് ഒഴിച്ചെടുക്കും. അതിനുശേഷം ഞാൻ കസ്കസ് ഇതിലോട്ട് ആഡ് ചെയ്യാറുണ്ട്. കസ്കസ് മതിയല്ലേ? നന്നായിട്ടുണ്ടാവും തോന്നുന്നു. ഡ്രിങ്ക് നല്ലതാണെന്ന് തോന്നുന്നു. നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ആ എക്സ്ട്രാ വന്ന ഇതിലോട്ട് ഒഴിച്ചാ പിന്നെ ബാക്കി കണ്ടില്ലല്ലോ. അപ്പൊ ബാക്കി ഇന്നലെ വന്ന നമ്മൾ ജെല്ലിയും ആഡ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നെക്സ്റ്റ് പറഞ്ഞ പോലെ ആഡ് ചെയ്യാം. ജെല്ലി കൊള്ളാം, തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കുറച്ച് ഒരു ഓറഞ്ച് കളറോട് ഉള്ളിൽ ചീസ് വെക്കണം. മതി. അപ്പൊ ഇത് സെറ്റാണ്. ഇനി നമുക്ക് ഇതിൽ ചീസൊക്കെ വെച്ചിട്ട് ഫിംഗർ ആക്കി എടുക്കാം. സോൾട്ട് ഡ്രിങ്ക് റെഡിയാ? കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇനി മധുരം ആവശ്യമായിട്ട് തോന്നണെങ്കിൽ മിൽക്ക് മേഡോ മധുരോ എന്താ വെച്ചാൽ ഈ സിറപ്പ് ഉണ്ടല്ലോ. ഈ സിറപ്പ് ഞാൻ പറയാൻ മുന്നേ ഈ സിറപ്പ് ആറിയ ശേഷം ഇതിലോട്ട് ഒഴിക്കണം. അപ്പൊ ഞാനിതിപ്പോ ഫ്രിഡ്ജിലോട്ട് വെക്കും. അതിന് ശേഷം ഇത് ആറിക്കഴിയുമ്പോ ഇതും കൂടെ ആഡ് ചെയ്തിലോട്ട് ചെയ്യുമ്പോ കുറച്ചും കൂടി വെള്ളമാവും. അത് പക്ഷെ കളറും ചേഞ്ച് ആവും. അപ്പൊ ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാല് പാല് ഒഴിച്ചിട്ടുണ്ട്,
പാലും ആപ്പിളും കൂടി മിക്സ് അടിച്ചിട്ടുണ്ട്. ആദ്യമേ ഞാൻ പറയാം, ആദ്യം ഗ്രൈൻഡ് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഐസ് ഇട്ട്, ഐസിന് കുറച്ച് തണുപ്പാകാൻ വേണ്ടി ഐസ് ഇട്ട് കസ്കസ് ഇട്ട് കുറച്ച് പാലും ആപ്പിളും കൂടി മിക്സിയിൽ അടിച്ചിട്ട് എക്സ്ട്രാ കൂടാതെ ഒരു 3 പാക്കറ്റ് പാല് ഒഴിച്ചു നമ്മുടെ എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പാലും ആപ്പിളൊക്കെ എടുക്കുക. അപ്പൊ ഇത് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഫുള്ള് ആ എക്സ്ട്രാ വന്ന ജെല്ലി ഇട്ടിട്ട് അത് കുറേ നേരത്തിൽ കുറച്ചുകൂടി കളർഫുൾ ആയാണ് ഇട്ട് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. എന്ത് കുക്കിംഗ് ആ ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഇത് ആറി കഴിയുമ്പോ ഈ പാനി മറക്കരുത് ആരും. ഞാൻ മറന്നോണ്ടെങ്കിൽ എന്നെ ഓ ശരിയാണ്, അടപ്പത്തിരിപ്പുണ്ട് പോയി എടുക്കണ്ട. അപ്പൊ ഇത് ആറിയിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ. അപ്പൊ ഇത് ഫ്രിഡ്ജിലോട്ട് പോകുന്നു. മറ്റേ ചീസ് വന്നായിരുന്നു അല്ലേ? ഷെഡാർ ചീസ്, വലിയണ ചീസ് മതി. തൽക്കാലം ഉരുട്ടി ഉരുട്ടി എടുക്കുന്നു ചീസ്. ചീസ് അത് മറ്റേ ഡൈസ്ഡ് അല്ലേ? ഉരുട്ടി ഉരുട്ടി വെള്ളത്തിനടുക്കണം. ഇത് കൂടോ? 2 ആക്കണോ? ഇരിക്കട്ടെ. ചീസിൽ മുങ്ങിയിട്ട് നമ്മ മന്നിച്ചോടും. ഓൾറെഡി ഇന്നൊരു മന്നിപ്പാണ്. ചീസ് കൂടി കഴിച്ചിട്ട് മന്നിച്ചു പറഞ്ഞ രാത്രിയാവും പോകുമ്പോ അങ്ങനെ പറഞ്ഞു. ഇനി അറിഞ്ഞൂടാ, പണി പെട്ടെന്ന് കഴിയുവാണെങ്കിൽ നമ്മളെ ക്രീമിന്റെ മാനുഫാക്ചറിങ് ഇങ്ങനെ ഡെയിലി അവിടെ നടന്നുകൊണ്ടിരിക്കും ഫാക്ടറിയിൽ. ബിക്കോസ് ഉടുക്കത്തെ സെയിലായത് കൊണ്ടിട്ട് തീർന്ന് പോകുന്നു. എന്താ റീഡ് ചെയ്യണം? മിസ് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് റീഡ് ചെയ്യണം, എന്നാലും നമുക്ക് ഇമ്പ്രൂവ് ആവുള്ളൂ റീഡിങ്. ഏത് ബുക്കാണ് കാണിച്ചത്? ദ ടെയിൽ ഓഫ് പീറ്റർ റാബിറ്റ്. ആ അത് വായിച്ച് കറക്റ്റ് ആയിട്ട് വായിക്കണേ. മുടിയൊക്കെ ഷാബിയായി വെട്ടാം. പെരുന്നാളാകുമ്പോ വെട്ടാൻ മുടി. അപ്പാപ്പനെ നമുക്ക് വെട്ടിക്കാം. അപ്പാപ്പനെ വെട്ടിച്ച് അപ്പാപ്പനെ ഫുൾ ഞാൻ ഡൈ അടിക്കുക, ഫുള്ള് ഡൈ അടിക്കുക. ചീസ് തിന്നാ അല്ലെങ്കിൽ ഉരുണ്ടായിരിക്കണം. ചീസ് തിന്നിട്ട് ഒന്നുകൂടി കൂടും. നോമ്പിലാണ് ചീസ് ഫിംഗേഴ്സ്. അന്ന് ചീസ് ഫിംഗേഴ്സ് അന്ന് ചീസ് പോലെ ഉണ്ടാക്കിട്ട് ആർക്കും കൊടുത്തില്ല. ഗവ 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 തിന്ന് അവന്റെ അടുത്ത് വെച്ചായിരുന്നു പ്ലേറ്റ്. അപ്പൊ സുനു പറയണായിരുന്നു മച്ചു മീൻ ഉണ്ടാക്കിട്ട് അവന്റെ അടുത്ത് വെക്കരുത്. അതന്നെ പുള്ളിയിടിയായിരുന്നു. ചീസിന്റെ ആൾക്കാരാണ്. ഇനി ആ ഉള്ളത് നീ ഉരുട്ടിയെ ഇത് പിടിച്ചോണ്ടിരിക്കണത്. ഞാൻ ആൾക്കാർ ചോദിക്കും എന്താണ് ഉരുട്ടിക്കൊണ്ടിരിക്കണം, കാണിക്കണില്ലല്ലോ എന്ന് വിചാരിക്കും. അതേ പറഞ്ഞ ഒരെണ്ണം കാണിച്ചു കൊടുക്ക്. നൂഡിൽസ് അല്ല, ചീസാണ്. ഓർഗാനോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ പൊട്ടറ്റോ കുഴച്ച് വെച്ചിരിക്കുന്ന സാധനം ഇതുപോലെ പരത്തിയിട്ട് ചീസ് ഉള്ളിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. അല്ലെങ്കിൽ ഫിംഗർ ആയില്ലല്ലോ അത്. ബോളാക്കിയല്ലോ, അതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ ഫിംഗർ ആക്കി. സമ്മതിക്കില്ല ഞാൻ. പഴത്ത് അടിച്ച് കൊല്ലി. കയ്യില് ഓയിലാക്കാതെ പിടിക്കാതിരിക്കട്ടെ. നീ അടിക്കുവോ അങ്ങനെ? ഇത്ര വില ഫിംഗർ ആർക്കെങ്കിലും ഉണ്ടെങ്കിലേ വലിയ മനുഷ്യനാന്ന് വിചാരിച്ചാൽ നമുക്ക് മാറ്റാം. ഫിംഗർ റോളാക്കാം. പൊട്ടറ്റോ റോൾ, ചീസ് റോൾ ആണ് മാറി നമ്മൾ അത് പേര് മാറ്റിയിരിക്കുകയാണ്. പൊട്ടറ്റോ ചീസ് റോൾ. ഈ ചീസ് ചിലപ്പോ ഞാൻ ഹാഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വന്നേനെ. നമുക്ക് വേണ്ട ഫുള്ള് വെച്ചിട്ട് നമുക്ക് പൊളിക്കാം. പൊട്ടറ്റോ ചീസ് റോൾസ്. ഓക്കെ, പേരപ്പം തന്നെ മാറ്റി. ഫിംഗറിന് ഇത്ര ഉണ്ടാവില്ല. പൊട്ടറ്റോ ചീസ് റോൾസ് ആണ് ഗൈസ്. അപ്പൊ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ചെയ്ത് വെക്കട്ടെ. നിങ്ങൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. അതന്നെ, ബോറടിക്കണ്ടല്ലോ അത്. അപ്പോൾ എൻ്റെ ശർബത്ത് ഫ്രിഡ്ജിൽ കാണിച്ചായിരുന്നു. ഫ്രിഡ്ജിന്റെ അകത്തിരിക്കും. മറ്റേ ഞാൻ പറഞ്ഞ ഡൈസ്ഡ് മൊസറല്ല ചീസ്. ഇതാകുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ പിസ്സ പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും റോണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് ഇടാം. ഇങ്ങനെ ഇടാം. എങ്ങനെ
അങ്ങനെ കണ്ടില്ല, ജസ്റ്റ് ഇമാജിൻ അങ്ങനെ കാണിച്ചെന്ന്. ഞാൻ ദേന്ന് മുനെല്ലാം കാണിക്കണോണ്ട് ഇപ്പൊ അവനും ദേ പറയാം. ലൈറ്റ് തുടങ്ങണം. ഞാൻ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ സോൺ പഠിപ്പിച്ചു വെച്ചിട്ട് ഈ ലൈറ്റ് തൊടിയിപ്പിക്കൽ എന്റെ നെഞ്ചത്ത് ഏറ്റിട്ട് ഞാൻ പറഞ്ഞ ഉമ്മയുടെ സ്വഭാവമൊക്കെ വേണ്ട, പഠിപ്പിക്കപ്പെടുന്നത് നെഞ്ചത്ത് കയറ്റിട്ട് തൊടിയിക്കും. ഓ എന്നിട്ടൊരു ചവിട്ടുണ്ട്. ഇപ്പൊ വലുതായപ്പോ ചവിട്ട് കൂടി. ഞാനിപ്പോ ഇങ്ങനെ ആട്ടും എനിക്ക് പറ്റില്ല. ഞാൻ വിചാരിച്ചു നിന്നെ വിളിക്കണം, ഞാനങ്ങ് കുളിക്കാൻ പോയിരിക്കും. ഓ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നി. നമുക്ക് വലുതാവുന്നതോടെ ഇങ്ങനെ കയ്യിലിട്ട് ആട്ടാൻ പറ്റൂല പിള്ളേര്. അവന് ഓരോ സ്റ്റൈലുണ്ട് ഉറങ്ങാൻ. ഇനി കിടത്തി ഉറക്കാൻ നോക്കണം. ഓരോർക്ക് ഓരോ ടൈപ്പ് അല്ലേ, അറിഞ്ഞൂടെ ഞാൻ. അല്ല ഇപ്പൊ അവന് പാല് കുടിച്ച് ഉറങ്ങണം. അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ നേരെ കിടക്കണില്ല. അല്ലെങ്കിൽ നേരെ രണ്ടാട്ടാട്ടിയാ കിടന്നോളും, അല്ലെങ്കിൽ കാലിട്ടാട്ടിയാ. അതിനിപ്പോ പാല് കുടിച്ച് തിരിഞ്ഞ് മറിഞ്ഞ് ഇരുന്ന് അങ്ങനെ ഇരുന്ന് അങ്ങടെ കിടന്ന് പിന്നെ കിടന്ന് പിന്നെ ആട്ടി അങ്ങനെ ഉറങ്ങണം. അതാ പ്രശ്നം. എവിടെ ആട്ടലാടാത്, ആട്ടലാടാത്. ഞാൻ എന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ അപ്പൊ ഇങ്ങനെ റോളാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇനി ഫുൾ റോളാവട്ടെ. ഗുണ്ടുമല്ലി എത്രയാണ് ആ പാട്ട്? എന്താണ് ഭംഗി? ഓ അങ്ങനെ. ചില നാട്ടിലൊക്കെ അങ്ങനെയല്ലേ. അത് ഏതാണ് ഫാവൻ്റെത്? എവിടെയാണ് കോട്ടയം. ഭയങ്കര ഭംഗിയാണെന്ന് പറയണ അല്ലേ? ആലപ്പുഴയിലും ഫാവ് അറിയില്ലേ? ഇപ്പൊ 4ാമത്തെ റോളായി. അപ്പൊ അതിലുള്ള ഗൈസിന് ഇപ്പൊ ഇതൊക്കെ പൊരിക്കണം. ഇതിനടുത്തത് പൊരിക്കലായിരിക്കും അല്ലേ? എന്തെങ്കിലൊക്കെ അതെ എവിടെ ചോദിക്കണം. നാസ്റ്റ് എന്താന്ന് ചോദിക്കും. ഒരു മണിക്കൂറായി നാസ്റ്റ് എന്തുണ്ടാക്കണോ ചോദിച്ചോണ്ട് സുമി നടക്കണം. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് എന്തെങ്കിലും പണി തരുന്ന പറഞ്ഞ് നടക്കണേ. നമ്മനെ അങ്ങാടിയും കണ്ട് നോക്കിട്ട് വെക്കണം എന്താ ചെയ്യണ്ട. ഇവിടെ ചിക്കൻ ഉണ്ട്, നമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട്. ഇനിയപ്പ അതല്ലേ ഞാൻ പറഞ്ഞത്. വന്നു കഴിഞ്ഞാണ്ടല്ലോ എല്ലാരും ഞാൻ ടീം പിടിച്ചിട്ട് ചിക്കൻ കറി വന്നില്ലേ. പൊട്ടറ്റോ കിട്ടും. കാണുന്നത് ഇഷ്ടമല്ല നോൺ വെജിൽ. എനിക്ക് തന്നെ ഇഷ്ടം ആ ഫ്ലേവർ. പിന്നെ സുമിക്കും ഇഷ്ടം അല്ലേ? ഒരു പച്ചക്കേക്ക് നല്ല രസമാണ് ബീഫില്. അത് രണ്ടെണ്ണിട്ടില്ലേ? അതാണ് പച്ചക്കറിന്റെ ടേസ്റ്റ് ആണ് ബീഫില്. കൂർക്ക പച്ചക്ക നല്ല ടേസ്റ്റാണ്. എനിക്ക് കൂർക്ക ഓരോരുത്തര ഇഷ്ടം. ചെമ്മീനിട്ട് വളർത്തണം. ആഹാ അന്ന് ഞാൻ ചെമ്മീനിട്ട് വളർത്താൻ തന്നെ സമ്മതിച്ചില്ല. നല്ല ടേസ്റ്റ്. ഓക്കെ ഗൈസ്, ഇനിയും വർത്തമാനം വരാൻ നിങ്ങൾക്ക് ബോറടിച്ച് മരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇതിനടുത്ത് എന്തെങ്കിലും വന്ന് കാണിക്കാം. ഇല്ല ഞാനിപ്പോ നോക്കാറില്ല. എന്താ വെച്ചാൽ എല്ലാരും ആൻസർ മാത്രമേ ഉള്ളൂ. സുമി പണ്ടൊക്കെ സുഹാനിത്ത മുത്താണ്, സുഹാനിത്ത പാവാണ്, നിഷ്കളങ്കത. ഓ ഇപ്പൊ ഒന്നും ഇല്ല അങ്ങനത്തെ കമന്റ്. ഇപ്പൊ എല്ലാരും ആൻസർ മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ബ്രൂട്ടസ് എന്താണ്? അയ്യേ കാണിച്ച നാളെ കളി. ഒരാൾ ടോയ്ലറ്റ് ഷോർട്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്ന ഭാഗ്യം കാണിച്ചില്ല. അതന്നെ മതി ഇത് എത്ര നേരെ വർത്തമാനോട് നിക്കണം. ഇതിന് പഠിത്തത് കാണിക്കുമ്പോഴത്തേക്ക് ഈ ഊരുണ്ടല് കഴിക്കും. ഇനി ഒരെണ്ണത്തിനുള്ളതല്ലേ അല്ലേ? അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ പോയിട്ട് വരാം. അടുത്ത എന്തെങ്കിലും ചെയ്യാൻ. ഗൈസ് അങ്ങനെ കടികൾ ഈസ് റെഡി. അപ്പോൾ 2 ഇന്നത്തെ ഇന്നലെ ആണ്ടിക്കൊണ്ടുവന്നത് 3, പിന്നെ കുറച്ച് ചിക്കൻ പോപ്സ് നമുക്ക് പൊരിക്കാം. 4 കടിയായില്ലേ. അപ്പോൾ സുമി അവിടെ ഇടിയപ്പത്തിൻ്റെ പുട്ടാണോ? പിന്നെ ഇടിയപ്പാന്ന് പറഞ്ഞത് പുട്ടായ. ഇത് പുട്ടുണ്ടാക്കാൻ പറ്റൂ? വെറുതെ ആണോ പറയണേ? ആരിപ്പൊടിയില്ല എങ്ങനെ? ഓക്കെ സ്പെഷ്യൽ പൊടി ഇതെന്താപ്പോ? ഇതേപോലെ പുട്ട് ഞാൻ പൊടിച്ചു. ഗൈസ് ഇതില് പുട്ട് ഉണ്ടാക്കാൻ പോണേ. എങ്ങനെയാന്ന് കാണിച്ചു തരും സുമേ.
ഞാൻ അരി കൂടി എടുത്തപ്പോൾ ഇതെപ്പോന്ന് വിചാരിച്ചു. നമ്മളപ്പോൾ തന്നെ മാറ്റി പുട്ടാക്കിയത്. വെള്ളം ഒഴിച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കോ? നമുക്ക് കാണാമല്ലോ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത്. ഇടിയപ്പത്തിന്റെ മറ്റേ മെഷീൻ യൂസ് ചെയ്യോ? ഇല്ലല്ല, ഒന്നുമില്ല. ശരിക്കും ഇങ്ങനെ ഇത് വെച്ചാൽ പുട്ടുണ്ടാക്കണം. നിങ്ങൾ മറ്റേ അത് ഇപ്പൊ ഇറങ്ങിയതല്ലേ? ഇതിങ്ങനെ ഫസ്റ്റ് ശരിക്കും പുട്ടുണ്ടാക്കുന്നു. എനിക്ക് അറിഞ്ഞോട് കേസ് പുട്ടിന്റെ മാറ്ററൊന്നും. നമ്മൾ പല പല കറി വെക്കും, പുട്ടൊന്നും നമുക്ക് അറിഞ്ഞൂടാ. മിക്സിയിൽ ജാറിലിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കിർക്കിർ എടുക്കണം. അപ്പൊ മറ്റേ പുട്ട് പോലെ തന്നെ ഉണ്ടാവും നമ്മൾ പൊടിയിൽ ഉണ്ടാക്കൂലേ? ഇങ്ങനെ കട്ട 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 പുട്ടായിരിക്കും, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും. കഴിച്ചു നോക്കണം എൻ്റെ പോയി പുട്ട്. ഇതിലിപ്പോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടാ ഒരു നുള്ളി എണ്ണയും ഒഴിച്ച് ഇതിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നു. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, ഫസ്റ്റ് ടൈമാണ് ഈ പുട്ട് ഞാൻ നോക്കണം. അപ്പോൾ സുമി അതെന്താ വെച്ചാൽ ചെയ്യട്ടെ, എന്നിട്ട് നമുക്കത് കാണാം, അതിൻ്റെ ഔട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. ഞാനപ്പോൾ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ചിക്കൻ കറി വെക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. യെസ്, നമ്മൾ അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് സവാള, പച്ചമുളക്, ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണം. എല്ലാ പൗഡേഴ്സ് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ അവർ വരൂലെന്ന് വിചാരിച്ച് ഇച്ചിരി ചിക്കൻ കറിയും പുട്ടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഡിന്നർ ടൈമിൽ കറക്റ്റ് അവർക്ക് അപ്പോൾ ഇച്ചിരി ബീഫും ഉണ്ട്, അത് ഉണ്ടാക്കാം. അപ്പോൾ ബീഫും ചിക്കൻ കറി രണ്ടും, പിന്നെ സുമി പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾ സെറ്റ് അല്ല, ഓക്കെ ആണോ? സെറ്റായി. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നു. ഗൈസ്, അപ്പോൾ നിങ്ങൾക്കുള്ള പെരുന്നാൾ കൊടി തലശോറുണ്ടോ? എൻ്റെ തിരിഞ്ഞിരിക്കും ഇങ്ങനെ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്കുള്ള പെരുന്നാൾ കൊടി റെഡിയാണ്. സുനുമോളെല്ലാം സെറ്റാക്കിയിട്ട് ഓക്കെ, എല്ലാം സെറ്റാക്കി അഡ്രസ് ഒക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് കൊറിയർ വിടാൻ പോണേ, ഇന്നത്തെ. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ സൂക്ഷിച്ച് കണ്ടും എഴുതുക, വായിക്കുക. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് കമന്റ് ആണ് ചെയ്യണ്ടേ, മെയിലല്ല. അഡ്രസ് ആണ് നിങ്ങൾ മെയിൽ ചെയ്യണ്ടേ. വിന്നേഴ്സ്, ഓൺലി വിന്നേഴ്സ്. സ്റ്റാൻഡ് തട്ടല്ലേ. അപ്പൊ ഞാൻ പൊരിക്കട്ടെ, സമയമായി ഗൈസ്. അപ്പൊ നമുക്കിത് ഉള്ളി, ചെറിയ ഉള്ളിയാ, ബീഫ് ഉള്ളിയാണ്. ഞാൻ കുറച്ച് സ്നാക്സ് നമുക്ക് ബീഫ് കറി വെക്കാം. അപ്പൊ ചിക്കൻ കറി ഞാൻ ക്ലോസ് ചെയ്യാൻ പോണേ. ഒരു വിസിൽ. അപ്പൊ എണ്ണ ചൂടായിട്ട് തന്നെ നമുക്ക് പൊരിക്കാൻ തുടങ്ങാം. എഗ് ബോക്സ്. പുട്ടുപൊടിയല്ല, സുമ ഉണ്ടാക്കിയ സെറ്റാക്കി പൊള്ളി പുട്ടാക്കി. പുട്ടുപൊടി നമ്മൾ റെഡിമെയ്ഡിലല്ലേ ഉണ്ടാക്കണേ. She prepared by her own, like അരിപ്പൊടി വെച്ച്. അരിപ്പൊടി വെച്ച് പുട്ടുപൊടിയാണ്. ഞാൻ പുട്ടുപൊടിയല്ലേന്ന് സാധാരണ നമ്മുടെ പുട്ടുപൊടിയൊക്കെ വന്നുമ്പോ നമ്മ അരിപ്പൊടി വെച്ചാണ് പുട്ട് ഞാൻ നനച്ചെടുക്കണം. പിന്നെ പുട്ടുപൊടി വന്നപ്പോ നമുക്ക് എളുപ്പമായി, ഈസി ഗോയിങ്. അപ്പൊ പുട്ടുപൊടി ഇവിടെ റെഡിയാക്കി വെച്ചാൽ ഇത് ഇല്ല. ഒന്നാമത് മാംഗ്ലൂരില് പുട്ടില്ല.
അവർക്ക് പുട്ടെന്നുള്ള ഒരു പലഹാരമില്ല. പിന്നെ ഉണ്ടാക്കും ഇങ്ങനെ ഇപ്പൊ കേരളയിൽ വന്നു പോണവരും അല്ലാതെ പുട്ടിനോട് ഇഷ്ടമുള്ളവരും. ആ ഏരിയയില് ഞാൻ മഷുവിന്റെ തറവാട്ടിൽ പോയിട്ടുണ്ട്, ആന്റിമാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, മഷുവിന്റെ വീട് ആ ഏരിയയിൽ അപ്പുറത്തെ അയൽവാസികൾക്ക് തൊണ്ടിലിറങ്ങാത്ത സാധനം ഉണ്ടാക്കും. പക്ഷെ പുട്ട് തിന്നേണ്ട രീതിയിൽ കൊടുത്തരുമ്പോ തിന്നാണ്ടോ പുട്ട് നല്ലോണം കുഴച്ച് തിന്നുണ്ട്. ബീഫ് പുട്ടൊക്കെ തിന്നേത് നല്ലോണം ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ മഷു പഴം വരെ എന്നെ പോലെ കുഴച്ച് തിന്നുന്നുണ്ട്. ഞാൻ ഫുള്ള് കുഴച്ചിട്ട് തിന്നുള്ളൂ. മഷു ഇച്ചിരി പഴം കൊടുക്കും, ഇച്ചിരി പുട്ടായിട്ട് കൊടുക്കും, അങ്ങനെ തിന്നണം. പഴം വരെ തിന്നുന്നുണ്ട് ഇപ്പൊ. അപ്പൊ പുട്ട് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് അവർക്ക് അത്ഭുതമായിട്ട് തോന്നുന്നതാണ്. ഞാനപ്പോ ഇവത്തോട് ഇങ്ങനെ പറയണം, അതല്ല ഇത് പുട്ട്. അപ്പൊ ആ പുട്ടുപൊടി നനച്ചത് ഞാൻ കണ്ട് പൊടി എടുക്കണുണ്ട്. അപ്പത്തേക്ക് ഞാൻ ഇടിയപ്പഴം ചോദിച്ചു. പക്ഷെ നോക്കിയപ്പോ പുട്ടുപൊടി അല്ല അത്. ഇതിങ്ങനെ കിണ്ടി 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 എന്നിട്ട് പൊടിച്ച തെറിച്ച് വീഴാനിപ്പ അതാണ് മിക്സിയിലിട്ട് കിറുക്കിറുക്കിറുക്കി. അപ്പൊ സോഫ്റ്റ് പുട്ട് നമ്മുടെ ആ പുട്ടുപൊടി. എന്താണ് ഞാൻ പറഞ്ഞില്ലേ അപ്പള്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ അടുത്തടങ്ങുന്ന സ്ഥലത്താണെങ്കിൽ രാത്രി അല്ല ഇയാൾ പറയുന്ന സമയത്ത് ആക്ച്വലി അത് എത്തിയിട്ടുള്ളൂ. എന്നാലും തിരിച്ചു വരുമ്പോ ആവൂല, രാത്രി ആവൂല, ഒരു വൈകുന്നേരം തന്നെ വരും. ഞാൻ പറഞ്ഞല്ലോ വെക്കണോന്നാ കറിക്കാം. ക്യാമറ എന്നൊക്കെയല്ലേ സൈഗു എന്ത് ചെയ്യാൻ പോണേ? തട്ടിക്കളയൂ സൈഗു. അടുത്ത സ്നാക്ക് ഞാൻ തട്ടിക്കളഞ്ഞ നീ എന്തിനാ കാണുന്നുണ്ട്? തിന്നതാ ഫ്രിഡ്ജിൽ നോക്കിയാ കാണാലോ. നീ എന്താ ഉദ്ദേശിക്കണ? ഇപ്പൊ മറിച്ചാൽ ഞാനാ സ്നാക്ക് അത് ഒരു പ്രാവശ്യം കാണിച്ചു. അപ്പൊ തട്ടി രണ്ടും ഗെറ്റ് ഔട്ട് ഓഫ് സൈസ്, ഔട്ട് ഓഫ് അയ്യോ മറന്നുപോയി. എവിടെ എന്താണ് എന്ത് പടി? കൈപ്പൊള്ളി ഗൈസ്. എവിടെ കൈപ്പൊള്ളി ഗൈസ് ഇട്ടപ്പോഴാണ് അതില് ഞാൻ ഇങ്ങനെ അടിക്കണായിരുന്നു ഐ ലവ് യു ഗൈസ് എന്ന് പറഞ്ഞ പോലെ. എന്റെ കൈ പൊള്ളി ഗൈസ്. അപ്പത്തേക്കും ഞാൻ ആ റോളൊക്കെ പൊരിക്കണം കാണിച്ച. പൊട്ടറ്റോ എന്ത് റോൾ? ചീസ് ബോളാ അല്ല ചീസ് റോള്. ചീസ് റോൾ. ആ എന്റെ കാലി. ഓ എന്റെ ഷൊട്ടു എന്താ നീര് വന്ന ഫിംഗർ. മക്കളെ ഈ സ്റ്റാൻഡിലൊക്കെ തൊടല്ലേ അങ്ങോട്ട് പൊക്കോ. അപ്പത്തേക്ക് ഞാൻ പറയാൻ വന്നത് ആ ഷുഗർ സിറപ്പ് ആറിയിട്ടുണ്ട്. അത് ഒഴിക്കാൻ വന്നപ്പോഴാണ് ഈ പുട്ടിന്റെ കഥയുമായിട്ട് ഇടയിൽ വന്നത്. അപ്പൊ ഷുഗർ സിറപ്പ് ആറിയത് ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണ്. നോക്കുമ്പോ ഒരു കളർ പോലും ഇല്ല. ഒരു ചെറിയ ഒരു വ്യത്യാസം. എന്നിട്ട് ഇതിന് ശേഷവും നിങ്ങൾക്ക് മധുരം പോരാന്ന് തോന്നുന്നു. ഉണ്ട് ഒരു ഓറഞ്ചായി, ലൈറ്റ് ഓറഞ്ച്. വട്ടത്തിൽ മനസ്സിലാവണില്ലെന്നുള്ളൂ, ലൈറ്റ് ഓറഞ്ചായി. അപ്പൊ നിങ്ങൾക്ക് ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുടിക്കാൻ പറ്റി. ഞാൻ കൊറേ കുടിച്ചായിരുന്നു തീരണ പോലെ. അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കട്ടാണോ? അപ്പൊ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ലാസ്റ്റ് മിനിറ്റിൽ ഉള്ളിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ജ്യൂസ് മാത്രമേ ഉള്ളൂ. ആപ്പിൾ ഷർബത്ത് ഉള്ളി. ഈ വന്നിട്ട് ക്യാമറ കുറച്ചിടായിരുന്നു. ആ ഗ്യാപ്പില് സൈഗും ജെല്ല് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഐഷും പറയട്ടെ സൈഗു എന്ന് പറയാൻ അനുവദിക്കൂ. അത് വേറെ, അത് കസ്റ്റേർഡ് ഡ്രിങ്ക് ആണ്. ഇത് ആപ്പിൾ ഷർബത്ത്. ഇതില് ഞാൻ എക്സ്ട്രാ ജെല്ലി വന്നത് ഇട്ടുന്നുള്ളൂ. 3, 4, 5, 6 ആഡ്. എനിക്ക് ജെല്ലി ഇഷ്ടമല്ല. കുടിക്കണ്ട. അല്ല ഈ ജെല്ലി കഴിക്കണ്ടാണ്. ജെല്ലി കഴിക്കണ്ട. അപ്പത്തേക്കും ജ്യൂസ് ഉള്ളി, ഷർബത്ത് ഉള്ളി. നമ്മളിപ്പോ എന്തായാലും ആണുങ്ങളും ഇല്ല. ആണുങ്ങളില്ലെന്ന് പറയുമ്പോ തന്നെ നമുക്ക് എല്ലാത്തിനും മടിയാണ്. പിന്നെ ആർക്കും ഉണ്ടാക്കും. ഇന്നലെ ഞാനും വെച്ചുപോയ വൈദ്യുതി പോയാ
മേച്ചന്ന് അന്നത്തെ ചുവക്ക് ഓർമ്മ അയ്യോ 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 ഉമ്മക്ക് വേണ്ടി കടക്ക് വെച്ചായിരുന്നു. ആണോ നീ കുടിച്ചോ? എനിക്ക് വേണ്ടി കടക്ക് മേച്ചായിരുന്നു, നീ കുടിക്ക്. അപ്പൊ ഞാൻ കുടിക്കേ ഉമ്മക്കല്ലേ അങ്ങനെ പറഞ്ഞു. ഓർമ്മ വന്നപ്പോ മേടിച്ചത് പിന്നെ അങ്ങനത്തെ പണിയായി എന്ന് അല്ലേ? പിള്ളേരുടെ കഴിക്കിരിപ്പുണ്ട് 4 എണ്ണം. എനിക്കിഷ്ടം. അപ്പൊ ഗൈസ് ഇന്ന് ജ്യൂസ് മാത്രമേ വന്നിട്ടുണ്ട്. മൊയ്റ്റുമില്ല. കറക്റ്റ് ടൈമിൽ എപ്പോൾ ഉറങ്ങി. ആക്ച്വലി ഇന്ന് എപ്പോൾ ഉച്ച കഴിക്കാതാണ് ഉറങ്ങിയത്. ആ ടൈമിലാണ് ഭയങ്കര ഉറക്കം വന്നുകൊണ്ട് ഉറക്കി. ഇപ്പൊ എണിച്ചിപ്പോ ബാങ്ക് ആവാറായി, 6:30 ആയി. നോമ്പ് തുറന്ന് ഫുഡൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നോമ്പ് തുറന്നിട്ട് വേണം എപ്പോഴും ഫുഡ് കൊടുക്കാൻ. സോ ലെറ്റ്സ് ഗോ. അൽഹംദുലില്ലാ. അപ്പോൾ 14th നോമ്പ് നമ്മൾ ബേബി ഇല്ലാതെ നമ്മൾ മാത്രമായിട്ട് കഴിക്കാൻ പോകുന്നു ഗൈസ്. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് എല്ലാവരും, ഞാനും തുറന്ന്. എബു നോമ്പ് തൊക്കണ്ടേ. എബുന്റെ പാപ്പമ്മ റെഡി ആക്കിയിട്ടുണ്ട്. മമ്മ ബേനു വെള്ളം കുടിച്ച് ഡ്രസ്സിൽ അപ്പ അല്ല 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 എന്താ ആപ്പിള് കയറ്റിയത് ഫുള്ള് മോളിൽ കിടക്കണം. മമ്മ ബേനു തരട്ട മമ്മ. ചവക്കാൻ പറ്റാത്ത എനിക്ക് സ്വീറ്റ് ഒന്നും ഇഷ്ടമല്ല, എനിക്ക് മസാല ഇഷ്ടം. മസാല ഇഷ്ടം. അവനാ സമോസ ഇല്ലല്ലേ പൂ നിന്റെ ചിക്കൻ വേണം. അത് തിന്നുമല്ല. ചിക്കനല്ല ചിക്കനല്ല ചീസ് ബോൾ. സമോസ സമോസ ഇതേ നോക്കിയ പൂ. സമോസ ഓക്കെ. എല്ലാവരും കഴിക്കാൻ ഞാൻ ഇപ്പോൾ ഫുഡ് കൊടുക്കട്ടെ ഗൈസ്. കുറേ നേരം ക്യാമറ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. സോ ഗൈസ്, ഒരു രസമില്ലാത്ത നോമ്പ് തുറ കഴിഞ്ഞു. ബിക്കോസ് ബേബി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. രസമില്ലാന്നൊക്കെ വിചാരിക്കും പറയുമ്പോൾ. നിങ്ങൾ വിചാരിക്കും ഓ ഇത്രയൊക്കെ കടികൾ ഉണ്ടായിട്ടാ രസമില്ലാത്ത, ഒരു കടിയുമില്ലാത്ത ഫാമിലി ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയും. പക്ഷെ നമുക്ക് കടികളും അത് ഇത് ഉണ്ടാവണതല്ല. ബേബി ഇല്ലെങ്കിൽ എത്ര കടി 100 കടികൾ ഉണ്ടെങ്കിൽ അല്ലേ അല്ലേ ഉപ്പു. അപ്പോൾ ബേബി ഇല്ലാത്തതുകൊണ്ട് രസമില്ല. ബേബി കോളാക്കി ചോദിച്ചപ്പോൾ ഹീസ് ഓൺ ദ വേ ഡിന്നറിന് എത്തും. അപ്പോൾ നമ്മൾ ചിക്കനും ബീഫൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് അവരെത്തും അതിലേക്കും. അപ്പോൾ നോമ്പ് തര റിസ്ക്കൊക്കെ ഉണ്ടായിരുന്നില്ല ബേബി ഇല്ലാതെ. നിങ്ങൾക്ക് തന്നെ വീഡിയോ തോന്നിയിട്ടുണ്ടാവും നമ്മൾ എന്തി ആയിട്ട് എടുത്തിട്ടില്ല. ബേബി ഉണ്ടെങ്കിൽ എല്ലാം ടേസ്റ്റ് ആക്കി നോക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യെസ്, ഇന്നത്തെ റാണി റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സിനെ നമ്മൾ കണ്ടല്ലോ, സ്ക്രീൻഷോട്ട് നിങ്ങൾ ഫുൾ തപ്പിയിട്ടുണ്ടാവും, പക്ഷേ കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാൻ വിടാൻ പോണില്ല. ഇന്നത്തേതും ഇന്നാളത്തേതും നാളെ ബേബി സ്ക്രീൻഷോട്ട് ഇടുന്നതായിരിക്കും. ബിക്കോസ് അതെല്ലാം ബേബിയാണ് നോക്കണം ആ കാര്യം. ലൈക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും ഡ്രസ്സ് അയക്കണതും എല്ലാം 14th 15th കാണിക്കും അല്ലേ? നാളെ കാണിക്കും, ഇന്നത്തെയും ഇന്നാളത്തെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാളെ കാണാം. അതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കൂ ഗൈസ്. ബേബി പറയുന്നത് കാത്ത് നമ്മളിരിക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ സ്റ്റേ ട്യൂൺ. ക്ലിപ്പും പിടിച്ചോണ്ടാണ് curly hair, very fair, eyes are blue, lovely too. Is that you, bro? No. Hi. Hi, Ora. Hi. Hi, Ora. ഓടി വരണ്ടില്ലേ? Hi. ഗണ്ണല്ല അത്. ഇതെന്താ ചക്കരമ്മയാ? അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ? ഇന്നത്തെ ക്വസ്റ്റ്യൻ തലയിലൊന്നും എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? തലയിലുള്ളത് ഇങ്ങനെ ആലോചിക്കണം നോക്കിയിട്ട്. സോനയുടെ ചീക്സ് ഉണ്ടില്ലേ? ഗ്ലോ ആവുന്ന ഗ്ലോ കണ്ടില്ലേ?
അവരെ കാണിക്കാനാണോ? കടി കടി ക്വസ്റ്റ്യന് പറ്റിയ എന്താണ് ഇന്നത്തെ ക്വസ്റ്റ്യന് പറ്റിയത് പറ, ചോദിക്ക്. മഷു പറഞ്ഞല്ലേ, അത് നമുക്ക് ഇട്ടാൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മത് ചില സാഹചര്യങ്ങൾ അത് ഇടാറുണ്ട്. അതെന്താ? അതെന്താണ്? നൈസ് ക്വസ്റ്റ്യൻ. അതെന്താണ്? അപ്പൊ അതിട്ട നല്ലതല്ല, പക്ഷെ അത് നമ്മൾ ഇടും. ചില സാഹചര്യങ്ങൾ സൂപ്പർ സൂപ്പർ. അതെന്താന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോനു എന്തായാലും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നാളെ കാണാം. ഓക്കെ, അട്ടി തന്നെ സ്റ്റേ Bye bye.